ഇല്ലെങ്കിൽ വലിയ അപകടമാണ്, ഇല്ലെങ്കിൽ വലിയ നാശമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു മയ്യത്ത് കൊണ്ടുവച്ചു. മയ്യത്ത് നമസ്കരിക്കാൻ മുത്തു ഹബീബ് സ്വഹാബത്തിനോട് ചോദിച്ചു, സഹാബാ ഈ മയ്യത്തിന് കടബാധ്യതയുണ്ടോ? സഹാബാ ഈ മയ്യത്തിന് കടബാധ്യതയുണ്ടോ? സഹാബാ സ്വഹാബികൾ പറഞ്ഞു, ഉണ്ട് നബിയേ, ഈ മയ്യത്ത് കുറച്ചാളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട് നബിയേ. മുത്തായ ഹബീബ് ആ മയ്യത്ത് നിസ്കരിക്കാതെ പുറത്തിറങ്ങുകയാണ്. ഞാൻ ഈ മയ്യത്തിന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കൂല. ആരാണ് ഇറങ്ങിപ്പോകുന്നത്? ലോകത്തിന്റെ നായകരേ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കൂല. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിപ്പോവുകയാണ്. ഒരു സ്വഹാബി പിന്നാലെ പോയി, യാ ഹബീബല്ലാഹ്, അങ്ങയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു നബിയേ, അങ്ങയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളായിരുന്നു നബിയേ. അതുകൊണ്ട് നിസ്കരിക്കാതെ പോകല്ല നബിയേ. മയ്യത്തിന് കടമുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിസ്കരിക്കുന്നതെന്തിനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോ ആ സ്വഹാബി പറഞ്ഞു, നബിയേ ഞാൻ വീട്ടിക്കൊള്ളാം റസൂലേ, ഞാൻ ഏറ്റെടുക്കുന്നു ഹബീബേ എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് മുത്ത റസൂൽ ആ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പ്രിയപ്പെട്ട സ്വഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ കാണുകയാണ്. ആ മുത്ത റസൂൽ ചോദിച്ചു, ആ മയ്യത്തിന്റെ കടം നീ വീടിയോ? അത്ര ഗൗരവമാണ് മുസ്ലിമേ, അത്ര ഗൗരവമാണ് മുസ്ലിമേ. 2 കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒന്നുകിൽ പരമാവധി വാങ്ങാതിരിക്കുക, പരമാവധി സഹിക്കണം കേട്ടോ, പരമാവധി വാങ്ങാതെ ഇരിക്കാൻ ശ്രമം നടത്തണം. വാങ്ങിപ്പോയാൽ നല്ലതുപോലെ രേഖപ്പെടുത്തി വെക്കണം. മരണം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ കഴിയൂല. ഇന്നത്തെ ഫുഡും ഇന്നത്തെ ജീവിത രീതിയും ഒക്കെ പെട്ടെന്ന് അറ്റാക്ക് വരുന്നില്ലേ? രാത്രി സുഖലോലുപനായി കിടക്കുന്നു, സൈലന്റ് അറ്റാക്ക് വന്നു മരിച്ചുപോയ ഭർത്താവിന്റെ കാലമാ, അങ്ങനെ മരിക്കുന്ന മക്കളുടെ കാലമാ. 14 വയസ്സുള്ള മലബാറിലെ പൊന്നുമോനെ പനി വന്നിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 ദിവസം ഹോസ്പിറ്റലിന്റെ ഐസിയുവിൽ കിടന്നു. 3ന്റെ അന്ന് മരണപ്പെടുന്നു. റബ്ബേ, വീടിന്റെ മുമ്പിൽ ഓടിച്ചാടി കളിക്കുന്ന മക്കൾ പോലും പനി വന്നിട്ട് മരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഞാൻ 100 കൊല്ലം ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ബാധ്യതകളെടുത്ത് തലയിൽ വെക്കല്ലേ, ബാധ്യതകളെടുത്ത് തലയിൽ വെക്കല്ലേ. എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ളത് കൊടുത്തു വീടാ, ഇല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കാൻ മനസ്സ് വെക്കണേ. ഇനി ഒരുപക്ഷെ നിന്റെ ഉപ്പ അങ്ങനെ മരണപ്പെട്ടു പോയാ, നിന്റെ ഉമ്മ അങ്ങനെ മരണപ്പെട്ടു പോയാ, നന്ദാപുരത്തെ മക്കളെ കൊടുത്തു വീടാതിരിക്കല്ലടാ, കൊടുത്തു വീടാതിരിക്കല്ല മോനെ. നിനക്കുള്ള വസ്തു വിറ്റിട്ടാണെങ്കിലും വാപ്പാക്ക് കബറിന്റെ അകത്ത് സന്തോഷത്തോടെ കിടക്കാൻ വഴിയൊരുക്കണേ. എന്തൊക്കെ നിനക്ക് തന്നുപോയ ഉപ്പ, നിനക്ക് എന്തെല്ലാം സ്നേഹം തന്നുപോയ ഉമ്മ ഒരു പക്ഷേ കടം വരുത്തി വെച്ചിട്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കബറിന്റെ അകത്ത് സമാധാനം കിട്ടാൻ നീ കടം വീടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും ചെയ്യണേ. ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ തണുത്തിരിക്കല്ലേ നന്ദാപുരത്തെ ചെറുപ്പക്കാരാ. മോനെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഒരു കത്തിയാളുന്ന ഈമാനിന്റെ പ്രകാശമാണ് മക്കളെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പോലെ ഒരു ജീവിതം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അത്ര ഉയരമുള്ള, അത്ര ധൈര്യമുള്ള, അത്ര ചങ്കൂറ്റമുള്ള, അത്ര തന്റേടമുള്ള, അത്ര ചങ്കുറപ്പുള്ള ഒരു മനുഷ്യന് ആ കാലഘട്ടത്തിൽ കാണാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത്. ഒരു പിടിച്ച വാളുമായി മുത്തു ഹബീബിന്റെ തലവെട്ടാൻ പോയ ഉമർ ഇബ്നുൽ ഖത്താബ്
എന്നിട്ട് ആ വാള് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് മുത്തുനബിയെ വാരി പുണർന്നല്ലോ. മക്കത്തെ ജബലുകൾ കിടുകിടുത്ത് ശക്തരാമുമാറിന്റെ വരവിനുത്ത് ഹക്കൊത്ത മുഹമ്മദിൻ ശിരസ്സെടുത്ത് ഇക്കയിൽ കൊണ്ടുവരുമെന്നുറപ്പിച്ച് ഉടവാളൂരിയെടുത്ത് ഉമറത കുതിര പുറത്ത് ഉശിരത കാണിച്ചിട്ട് ഉടനടി പുറപ്പെട്ട് ഉലകിന്റെ തെളിദീപം കെടുത്തുവാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് തലയെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടെ കടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഒരു പ്രകാശനാഥമായി പറന്നിറങ്ങിയപ്പോ ആ വാളു ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഉമർ ഇബ്നുൽ ഖത്താബ്. മുത്തുനബിയെ വാരി പുണർന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നീട് ജീവിച്ച ജീവിതം മുഴുവനും ആ മുത്തു തങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അവസാനം ഖലീഫയായിരിക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് വെച്ച് സുബഹിന്റെ സമയത്ത് വയറ്റിൽ കുത്തുകൊണ്ട് കുടല് പുറത്തേക്ക് വന്ന് രക്തമിങ്ങനെ പൊട്ടി ഒഴുകി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് കിടക്കുന്ന രംഗമൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ സമയത്ത് തന്റെ മോനെ വിളിക്കുകയാ, മോനോടി അടുത്തു വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ വാപ്പച്ചിക്ക് കടമുണ്ട് മോനെ, വാപ്പച്ചിക്ക് കടമുണ്ട് മോനെ, വാപ്പച്ചിക്ക് കടബാധ്യതയുണ്ട് മോനെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഖലീഫയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കടബാധ്യതയോ? എന്തിനാണ് അങ്ങേക്ക് കടമുണ്ടായത്? അങ്ങ് കീറിയ വസ്ത്രം ധരിച്ചിരുന്ന ആളായിരുന്നല്ലോ. അങ്ങ് മഴ പെയ്യുമ്പോ ചോർന്നൊലിക്കുന്ന ഈന്തപ്പനയുടെ പോലെ കൊണ്ട് നിർമ്മിച്ച കുടിലിന്റെ അകത്ത് കിടന്ന ഖലീഫയല്ലേ ഉപ്പാ? അങ്ങ് ഖലീഫയായ കാലത്ത് വിഭവസമൃദ്ധമായ ഭക്ഷണം ഈ മക്കളായ ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടില്ലല്ലോ ഉപ്പാ. നല്ലൊരു വസ്ത്രം ഞങ്ങൾക്കില്ലല്ലോ ഉപ്പാ. പിന്നെ എന്താണ് ഉപ്പാക്ക് ഇത്ര ബാധ്യത വന്നെന്ന് ചോദിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ എന്റെ ഖിലാഫത്തിന്റെ കീഴില് ഒരുപാട് പാവങ്ങൾക്ക് ഞാൻ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് മോനെ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാർക്ക്, ഒരുപാട് പാവപ്പെട്ട ഉപ്പമാർക്ക്, ആരോരുമില്ലാതെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയവർക്ക് ഈ പാവപ്പെട്ട ഉമർ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് മോനെ. മോൻ പറയുന്നു, ഉപ്പാ അത് ബൈത്തുൽ മാലിൽ നിന്നെടുത്താ മതിയായിരുന്നല്ലോ, അത് ഉമ്മത്തിന്റെ ഖജനാവിൽ നിന്നെടുത്താ മതിയായിരുന്നല്ലോ. സത്യസന്ധനായ നീതിയുടെ മുറവിളി കൂട്ടുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ എനിക്ക് പേടിയാണടാ, ഖജനാവിന്റെ പൈസ എനിക്ക് പേടിയാ മോനെ, അള്ളാന്റെ പള്ളിയുടെ പൈസ എനിക്ക് പേടിയാ മോനെ, അള്ളാഹുവിന്റെ പൈസ എത്തണാൻ എനിക്ക് പേടിയാ മോനെ. അതുകൊണ്ട് മോനെ, വാപ്പച്ചി പലരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് വീടുകൾ വെച്ചു കൊടുത്തത്. മോനാ കടബാധ്യത ഏറ്റെടുക്കണേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, ഉമറേ നീ എങ്ങനെ വിഷമിക്കണ്ട ഉമറേ, നീ എങ്ങനെ സങ്കടപ്പെടേണ്ട ഉമറേ. നിന്റെ പ്രിയപ്പെട്ട മകനെ ഏൽപ്പിക്കണ്ട, ബാധ്യത മുഴുവനും ഞങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് എടുത്തിട്ട് ഭരണാധികാരിയുടെ പൊതുസ്വത്തിന്റെ ഖജനാവിൽ നിന്നെടുത്തിട്ട് വീട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ കുത്തേറ്റ് കുടല് പുറത്തു വന്ന് രക്തം പൊട്ടി ഒഴുകുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വേണ്ട, ഖജനാവിൽ നിന്നെടുക്കല്ലേ, അല്ലാഹുവിന്റെ ലോകത്ത് ഉമറിനെ പിടിച്ചു നിർത്തും, എനിക്ക് പേടിയാ, എന്റെ മോൻ വീട്ടിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ്, രണ്ടാപുരത്തെ മോളെ, നിന്റെ കല്യാണം നടത്തുമ്പോ നിനക്ക് 50 പവന്റെ സ്വർണ്ണമിട്ട് തരാൻ വേണ്ടിയാ വാപ്പ കടക്കാരനായത്. നിന്റെ ഭർത്താവിന് കാർ വേണമെന്ന് പറഞ്ഞപ്പോ
നിന്റെ ഭർത്താവിന് കാറ് വേണമെന്ന് പറഞ്ഞപ്പോ ആ കാറ് വാങ്ങിക്കൊടുക്കാനാ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ കടക്കാരനായത്. നീയും നിന്റെ ഭർത്താവും കൂടി വീട് നിർമ്മാണം തുടങ്ങിയപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞപ്പോഴാണ് വാപ്പ കടം വാങ്ങിയിട്ട് 50,000 കൊണ്ട് തന്നുപോയത്. അങ്ങനെയാണ് നന്ദാപുരത്തെ മോളെ നിന്റെ വാപ്പ കടക്കാരനായത്. ആ വാപ്പ മരണപ്പെട്ടു പോയാൽ ആ ബാധ്യത വീട്ടേണ്ട ചുമതല നിനക്കുള്ളതാ. നിന്റെ ഭർത്താവിനോട് പറയണേ, നിന്റെ ബന്ധുക്കളോട് പറയണേ, എന്നിട്ടാ ബാധ്യത വീട്ടിൽ കൊടുക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു കഴിഞ്ഞിട്ട് നേർച്ചയാക്കും ചില ഉമ്മമാർ ഉപ്പമാർ. 2 ഉംറ ചെയ്തിരിക്കാം, മോനെ കൊണ്ട് അവിടെ പോയിരിക്കാം, മോളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിരിക്കാം, അങ്ങനെയൊക്കെ നേർച്ച നേരും. പൈസ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് വാങ്ങിക്കൊടുത്തിരിക്കാം, ആ പള്ളിയിൽ ഇത് വാങ്ങിച്ചു കൊടുത്തിരിക്കാം, അങ്ങനെയൊക്കെ നേർച്ചയാക്കും ചില ഉമ്മമാർ. നിയ്യത്ത് ചെയ്യും, കാര്യങ്ങൾ റാഹത്താകാൻ വേണ്ടി, കാര്യങ്ങൾ സലാമത്താകാൻ വേണ്ടി നിയ്യത്ത് ചെയ്യും. അങ്ങനെ ഒരു നിയ്യത്ത് ശേഷിക്കുമ്പോഴാണ് അവർ മരിച്ചതെങ്കിൽ ആ നിയ്യത്തിനെ കുറിച്ചറിയുന്ന മക്കളത് വീടി കൊടുക്കണം. പിന്നീടുള്ളത് മാതാപിതാക്കളുടെ വസിയ്യത്ത് നടപ്പാക്കി കൊടുക്കണം. ഉമ്മയും ഉപ്പയും എന്താണോ മരിക്കുന്ന സമയത്ത് വസിയ്യത്ത് ചെയ്തത് അത് നടത്തി കൊടുക്കണം കേട്ടോ. കുവൈറ്റിൽ മരണപ്പെട്ടു പോയ പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞുവത്രേ, ഞാൻ ഇവിടെ കിടന്നാണ് മരിക്കുന്നതെങ്കിൽ എന്നെ ഇവിടെ തന്നെ അടക്കണേ. മണിക്കൂറുകളോളം എയർപോർട്ടിൽ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ച് അവിടുന്ന് ലഗേജ് തൂക്കുന്നത് പോലെ എന്നെ തൂക്കി നോക്കി നാട്ടിൽ കൊണ്ടുപോയി ദിവസങ്ങൾക്ക് ശേഷം അടക്കണ്ട, ഞാൻ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെ വെച്ച് എന്നെ മരിപ്പിക്കണേ, അവിടെ വെച്ച് എന്നെ ഖബറടക്കണേ എന്ന് വസിയത്ത് ചെയ്തിരുന്നു. അങ്ങനെ വസിയത്ത് ചെയ്യാൻ കഴിയണം. എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് എപ്പോഴും എന്നോടും എന്റെ ജ്യേഷ്ഠനോടും എന്റെ അനുജനോടും ഒക്കെ പറയുമായിരുന്നു, മക്കളെ, ഞാൻ മരണപ്പെടുന്ന സമയത്ത് മക്കളെ നിങ്ങളെല്ലാം എന്റെ അടുത്ത് വേണം മക്കളെ. അത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഉപ്പാക്ക് ടെൻഷനായിരുന്നു. കാരണം ഞാൻ പ്രസംഗത്തിന് വേണ്ടി കർണാടകയിലായി പോയാൽ, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളായ എവിടെയൊക്കെ ഗൾഫിലൊക്കെ പ്രസംഗത്തിന് പോകുമല്ലോ, അങ്ങനെ ഗൾഫിലൊക്കെ പ്രസംഗത്തിന് പോയി അവിടെയായി പോയാൽ അതിനിടയിലാണ് ഉപ്പ മരിക്കുന്നതെങ്കിലോ, അതുകൊണ്ട് പേടിയായിരുന്നു ആ പാവപ്പെട്ട മനുഷ്യന്. മോനെ, ഉപ്പ സുഖമില്ലാതെ കിടക്കുമ്പോ പ്രസംഗമൊക്കെ ഒന്ന് കുറച്ചു കൊടുത്തിട്ട് എന്റെ മരണം നടന്ന മോന് വേണം. എന്റെ പൊന്നാര ഇക്ക എപ്പോഴും ഗൾഫിലായിരുന്നല്ലോ പല പ്രാവശ്യവും. അതുകൊണ്ട് ഉപ്പ പറയുമായിരുന്നു, മോനെ, ഉപ്പ മരിക്കുമ്പോ നീ അരികിൽ വേണമെടാ എന്ന്. പക്ഷേ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് റമദാനിന്റെ ഒരു 17-ാം രാവ് വെള്ളിയാഴ്ച രാവിലെ ഞാൻ വള്ളക്കടവ്, തിരുവനന്തപുരം വള്ളക്കടവ് ജുമാ മസ്ജിദിലെ ഖത്തീബാണ്. അന്ന് ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി രാവിലെ ഞാൻ 8 മണിയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വാഹനത്തിൽ വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിലെത്തുമ്പോ ഇക്ക ഫോൺ വിളിച്ചു പറയുന്നു, ഉപ്പ മരണപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഓടി വന്നു. എന്റെ ഇക്കയുണ്ട്, അനുജനുണ്ട്, സഹോദരിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാഹ്, വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് മരണപ്പെടുന്ന ഉപ്പ റമദാന്റെ 17-ാം രാവ് വെള്ളിയാഴ്ച രാവ് ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ജുമഅക്ക് മുമ്പ് തന്നെ ഖബറടക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, എന്റെ പ്രസംഗ ജീവിതത്തെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നിയ നിമിഷം അന്നാണ്. എന്റെ ഉപ്പാക്ക് നല്ലൊരു മരണം കൊടുക്കണേ എന്ന് കർണാടകയിൽ വന്നപ്പോ ദുആ ചെയ്തു, കേരളത്തിന്റെ മജ്‌ലിസുകളിൽ ദുആ ചെയ്തു. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വലിയ ആലിമല്ലാത്ത, ഒരുപാട് ഇബാദത്തൊന്നും ചെയ്തിട്ടില്ലാത്ത പാവപ്പെട്ട ഉപ്പ ഈമാന്റെ പ്രഭ ഇങ്ങനെ മുഖത്ത് തെളിഞ്ഞു മരണപ്പെട്ടു പോയപ്പോ എനിക്ക് മനസ്സിലായി, റബ്ബേ, ഒരു 100 കസേര മുമ്പിലെടുത്തിട്ടിട്ട് പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ നിൽക്കുന്ന സദസ്സിന് അല്ലാഹു കൊടുക്കുന്ന മഹത്വം വളരെ വലുതാ. അത് പറഞ്ഞാ തീരൂല. അതുകൊണ്ടാണ് കറങ്ങി നടക്കുന്നവരോട് വന്നിരിക്കാൻ പറയുന്നത്, നിൽക്കുന്നവരോട് കയറിയിരിക്കാൻ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്യാൻ പറയുന്നത്. ആ സദസ്സിൽ അത്ഭുതമുണ്ടെന്ന്
ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ. അത് നൗഷാദ് വാക്കവി പ്രസംഗിക്കുമ്പോ മാത്രമല്ല, ഏത് ഉസ്താദുമാര് പ്രസംഗിച്ചാലും മഹത്തുക്കളുടെ പേരിൽ ഫാത്തിഹ ഓതി തുടങ്ങുന്ന മജ്ലിസിന് പുണ്യമാണ്, ബറക്കത്താണ്. ഈ ബാധ്യതകളൊക്കെ നിങ്ങൾ നിർവഹിക്കണേ. ഈ കടമകളൊക്കെ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ പാലിക്കണേ. ഇത് പാലിച്ചില്ലെങ്കിലുള്ള അപകടം എന്തെന്നറിയോ? ഇപ്പൊ ഈ കസേരയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂല, ഞാൻ ന്യൂ ജനറേഷന്റെ മക്കളാണ്, ഉസ്താദിന്റെ വാദ കേട്ടിട്ട് എന്റെ ഉമ്മയോട് എന്റെ ഉപ്പയോടുള്ള ബാധ്യതകൾ പാലിക്കാൻ എനിക്ക് കഴിയൂല എന്ന് പറയുന്ന മക്കളെ, നിങ്ങൾക്ക് 3 തരത്തിലുള്ള അപകടമാണ് അല്ലാഹു തരുന്നത്. പഠിച്ചോ നന്ദാവരത്തെ പെങ്ങളെ, നിങ്ങൾക്ക് 3 തരത്തിലുള്ള അപകടമാണ് അല്ലാഹു തരുന്നത്. ഒന്നാമത്തെ അപകടം കേട്ടോ, കന്നുകാലികളെ പോലെ വാപ്പയും ഉമ്മയും കൊണ്ടുവന്ന് അടക്കിയ മക്കള് കേട്ടോ, ഉമ്മയോട് പിണങ്ങിയിരിക്കുന്ന മക്കള് കേട്ടോ, വാപ്പയോട് പിണങ്ങിക്കഴിയുന്ന മക്കള് കേട്ടോ. നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ അപകടം എന്തെന്നറിയുമോ? നിങ്ങളുടെ ആയുസ് അല്ലാഹു കുറച്ച് കളയും മോനെ. നിങ്ങളുടെ ആയുസ് അല്ലാഹു കുറച്ച് കളയും മോനെ. മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങിയാൽ നല്ലതുപോലെ മരിച്ചിട്ട് പോലും അവർക്ക് സമാധാനം കൊടുക്കാത്ത മക്കളായ നിങ്ങൾക്ക് ഒരുപാട് ആയുസ് അല്ലാഹു നീട്ടിത്തരൂല്ല. ചില ഭാര്യമാര് ഭർത്താവിനെ നിർബന്ധിച്ചുകൊണ്ട് ഉമ്മയോട് പിണക്കുന്നവരില്ലേ, ഉമ്മയോട് തർക്കിക്കുന്നവരില്ലേ? നിങ്ങൾ ഉമ്മാനെ കാണാൻ പോകരുത്, നിങ്ങൾ ഉപ്പായെ കാണാൻ പോകരുത്, ഞാൻ എന്നാൽ എന്റെ വീട്ടിൽ പോകുമെന്ന് പറയുമ്പോ കാമക്കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിന്റെ ചുണ്ടുള്ള കാണാൻ ഗ്ലാമറുള്ള സുന്ദരിയായ പെണ്ണ്, ആ പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മയെ വെറുക്കുന്ന ചെറുപ്പക്കാരാ, പെണ്ണേ നിനക്ക് നഷ്ടം വരാൻ പോകുന്ന പെണ്ണേ, നിന്റെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ടിട്ട് നീ വിധവയാകും മോളെ. അങ്ങനെ ഒരിക്കലും നിന്റെ ഭർത്താവിനോട് പറയാൻ പാടില്ല. ഉമ്മയോ പിണക്കല്ലേ, ഭർത്താവിനെ കൊണ്ട് ഉമ്മയെ പിണക്കല്ലേ, ഭർത്താവിനെ കൊണ്ട് ഭർത്താവിന്റെ ഉപ്പയോട് കുടുംബക്കാരോട് പിണക്കല്ലേ. അവര് മരണപ്പെട്ടാ പോലും നിങ്ങളുടെ ഉമ്മ മരിച്ചാ പോലും ഞാനിനി ആ മയ്യത്ത് കാണൂല. നിങ്ങളുടെ ഉമ്മ മരിച്ചാ പോലും നിങ്ങൾ അവിടെ പോകാൻ പാടില്ല. നിങ്ങളുടെ വാപ്പ മരിച്ചാ പോലും നിങ്ങൾ പോകാൻ പാടില്ല. സൗന്ദര്യത്തിന്റെയും യുവത്വത്തിന്റെയും അഹങ്കാരത്തിന്റെ രക്തത്തിളപ്പുകൊണ്ട് കർണാടകയിലെ പെണ്ണേ, നീ അങ്ങനെ പറഞ്ഞു പോയാൽ നിനക്ക് തന്നെയാണ് അപകടം വരുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയുസ് കുറച്ച് കളയും മോളെ. നിന്റെ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെടും, അപകടത്തിൽ മരണപ്പെടും, നെഞ്ചുവേദന വന്ന് മരണപ്പെടും, കിഡ്നി തകരാറ് വന്നു പോകും, ക്യാൻസർ വന്നു പോകും. അങ്ങനെ ഭർത്താവ് മരണപ്പെട്ട എത്രയെത്ര ചരിത്രങ്ങളുണ്ട്. മാർത്താണ്ഡം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ സ്ഥലം നിങ്ങൾക്കറിയുമല്ലോ. ആ മാർത്താണ്ഡത്ത് ശറഫുൽ അലാദ് പറയുന്ന ഒരു സഹോദരനുണ്ട്. ആ സഹോദരന്റെ സുഹൃത്തിനെ കുറിച്ച് എന്നോട് കണ്ണീരോടെ പറഞ്ഞതാ. ഉമ്മ എന്നുള്ള വിഷയത്തിന്റെ പ്രസംഗം കേട്ടിട്ട് ആ സഹോദരൻ വിളിച്ചു പറഞ്ഞതാ, ഉസ്താദേ എന്റെ സുഹൃത്തിന് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഉസ്താദേ. കല്യാണം കഴിഞ്ഞ് 2 വർഷം വരെ ഉമ്മയുടെ കൂടെയാണ് അവൻ കഴിഞ്ഞത്. പിന്നെ ഭാര്യ മാറി താമസിക്കാൻ വേണ്ടി ഉമ്മയെ കുറിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി. ഉമ്മയുടെ സ്വസ്ഥത കെടുത്തുപോയി, ഉമ്മ സമാധാനം കെടുത്തുന്നവളാണ്, ഉമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഫസാദും വിപത്തും പറയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ജീവിതത്തിൽ ആദ്യമായി എന്റെ കൂട്ടുകാരൻ ഉമ്മയുടെ മുഖത്ത് നോക്കി സംസാരിച്ചു ഉസ്താദ്. ഉമ്മാടെ മുഖത്ത് നോക്കി സംസാരിച്ചു ഉസ്താദ്. ആ പ്രിയപ്പെട്ട ഉമ്മായെ കുറ്റപ്പെടുത്തി ഉസ്താദ്. എന്നിട്ട് ഭാര്യയും കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മാറി താമസിച്ചു ഉസ്താദ്. ആ ഉമ്മ നീറി കഴിഞ്ഞു. ഉമ്മാടെ വീട്ടിൽ വരുന്ന ഉസ്താദുമാരോടല്ല, പ്രസംഗത്തിന് ഉമ്മ പോകുമ്പോ ഉസ്താദുമാർക്ക് എഴുതി കൊടുക്കുന്നതല്ല, എന്റെ പൊന്നുമോൻ മടങ്ങി വരാൻ വേണ്ടി ദുആ ചെയ്യണേ എന്നാണ്. അവസാനം മാർത്താണ്ഡത്തിന്റെ മണ്ണില് ഒരു തമിഴ്നാട്ടിലെ ലോറി വന്നിടിച്ച് തെറിപ്പിച്ചു പോയ കുടുംബത്തിലെ കുഞ്ഞു കാറിന്റെ അകത്ത് അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുടെ ശരീരത്തിന്റെ കൂട്ടത്തിൽ ഈ പൊന്നുമോന്റെ മയ്യത്തുണ്ടായിരുന്നു ഉസ്താദ്. നിങ്ങൾ ദുആ ചെയ്യണേ.
കണ്ണുനീരോടാ സഹോദരൻ പറഞ്ഞതാ. മാതാപിതാക്കളുടെ പൊരുത്തക്കേട് കിട്ടിയാൽ ആയുസ് കുറയും മോനെ, മാതാപിതാക്കളെ വെറുപ്പിച്ചാൽ ആയുസ് കുറയും മോനെ, മാതാപിതാക്കളെ പിണക്കിയാൽ ആയുസ് കുറയും മോനെ. നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂല, നിനക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയൂല. എന്തെങ്കിലും രോഗമോ അപകടങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ നിന്നെ തേടിയെത്തും കേട്ടോ. അതുകൊണ്ട് വേണ്ട മോനെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആരോഗ്യത്തോടെ ജീവിക്കണ്ടേ നമുക്ക്. ഭാര്യയും മക്കളും കുടുംബക്കാരുമായി സന്തോഷത്തോടെ ജീവിക്കണ്ടേ നമുക്ക്. ഉമ്മ എന്തൊക്കെ നിന്നെ പറഞ്ഞാലും ഉപ്പ എന്തൊക്കെ നിന്നോട് ചെയ്താലും അവരോട് പിണങ്ങണ്ട മോനെ, അവരോട് തർക്കിക്കാൻ നിൽക്കണ്ട, അവരോട് പിണങ്ങണ്ട, അവരോട് വഴക്കിടണ്ട. അവരെ സ്നേഹിക്കണേ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ, അവരെ ഇഷ്ടപ്പെടണേ. രണ്ടാമത്തെ അപകടം എന്തെന്നറിയുമോ? നിന്റെ മക്കൾ കാരണം നീ വേദനിക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാ. നിന്റെ മാതാപിതാക്കളെ നീ വെറുപ്പിച്ചാൽ, നിന്റെ മാതാപിതാക്കളെ നീ വേദനിപ്പിച്ചാൽ, നിന്റെ മക്കള് കാരണം നീയും വേദനിക്കുമെന്ന് പറയുന്ന മൂന്നാമത്തത്, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് മരണപ്പെടാൻ കഴിയില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഇന്ന് വിശദീകരിക്കാൻ കഴിയില്ല. അത് നാളെ കളിഞ്ചയെന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണം നടത്തുമ്പോ വീട്ടിലെ കളിഞ്ചയിൽ നാളെ പറയുന്നത് എങ്ങനെയാണ് നല്ല രീതിയിൽ മരിക്കേണ്ടതെന്ന വിഷയമാണ്. അവിടെ അതൊക്കെ ചർച്ച ചെയ്യാ. ഇവിടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നു. ഈ മൂന്ന് അപകടങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ വെക്കുകയാണ്. സൂറത്ത് ഇസ്രാ പരിശോധിക്കുമ്പോൾ അവിടെ കാണാ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിന്റെ ഉമ്മയോട് നിന്റെ ഉപ്പയോട് ഛേ എന്ന ഒരു വാക്കുപോലും പറയാൻ പാടില്ല. എന്തേ ഉമ്മ ഇങ്ങനെ ചെയ്തത് ഛേ, എന്തേ വാപ്പ ഇങ്ങനെ ചെയ്തത് ഛേ, അങ്ങനെ ഒരു വാക്ക് പറയല്ലേ. വലാ തൻഹറുഹുമാ, അവരെ വിരട്ടല്ലേ, അവരെ മുമ്പിൽ കടലുരുട്ടല്ലേ. ഇന്ന് മക്കളുടെ നോട്ടമെന്താ? വാപ്പ ഭയന്നു പോകും, ഉമ്മ ഭയന്നു പോകും. വേണ്ട മക്കളെ, നിങ്ങൾക്ക് നല്ലതുപോലെ മരണപ്പെടാൻ കഴിയൂല, നിങ്ങൾക്ക് അപകട മരണം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാര്യമാരെ, ഭർത്താക്കന്മാരെ കൊണ്ട് അങ്ങനെയുള്ള തരികിടകൾ ചെയ്യാ മനസ്സു വെക്കല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കല്ലേ. അത് വലിയ ദുരന്തവും അപകടവും വരുത്തി വെക്കുമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആരായ അബൂദർ റളിയല്ലാഹു തആല തന്റെ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, നബിയേ ഞാൻ അവർക്ക് എന്ത് വേദനയിലും ചെയ്തു കൊടുക്കും നബിയേ, ഞാൻ അവർക്ക് നബിയേ, നബിയേ അവർക്ക് എന്ത് ഞാൻ ചെയ്തു കൊടുക്കും നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യുദ്ധത്തിനൊരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യ യുദ്ധത്തിന് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആ മനുഷ്യൻ പറയുന്നു, നബിയേ എനിക്കൊരു ചെറിയ സങ്കടമുണ്ട് നബിയേ, എനിക്കൊരു ചെറിയ നൊമ്പരമുണ്ട് നബിയേ. എന്താ നിന്റെ സങ്കടമെന്ന് ചോദിക്കുമ്പോ പറയുന്നു, എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ഒറ്റ മോനാണ് നബിയേ, ഞാനേ ഉള്ളു നബിയേ, അവർക്ക് വേറെ മക്കളില്ല റസൂലേ. എന്റെ ഉമ്മയും ഉപ്പയും ഞാൻ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ എന്റെ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ പോവല്ല മോനെ, പോവല്ല മോനെ. ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന് വേണ്ടി പോരാടാനല്ലേ, അല്ലാഹുവിന് വേണ്ടി ഷഹീദാവാനല്ലേ ഈ പൊന്നുമോനെ പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് ആരാടാ ഉള്ളത്, എന്നെ സന്തോഷിപ്പിക്കാൻ ആരാ ഉള്ളത്, എന്നെ നോക്കാൻ ആരാ ഉള്ളത്, മോനെ നീ പോയാ പിന്നെ ഉമ്മച്ചിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിട്ടാണ് എന്റെ ഉമ്മ എന്നെ പറഞ്ഞു വിട്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ.
റസൂല് പറയുന്നു ഇർജി ഇലൈകുമാ, ആ പ്രിയപ്പെട്ട മാതാപിതാക്കളിലേക്ക് മടങ്ങി ചെല്ലുക. ഇർജി ഇലൈഹിമാ, ആ ഉമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമോനെ, ഉപ്പാന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമോനെ. വഅൽഹഖഹുമാ കമാ അബ്കൈതഹുമാ, അവരെ കരയിപ്പിച്ചതുപോലെ ചിരിപ്പിക്കുമോനെ, അവരെ കരയിപ്പിച്ചതുപോലെ ചിരിപ്പിക്കുമോനെ, അവരെ സങ്കടപ്പെടുത്തിയതുപോലെ സന്തോഷിപ്പിക്കുമോനെ. നീ യുദ്ധത്തിന് വരണ്ട, നീ ഷഹീദാവണ്ട, നീ പടപൊരുതണ്ട എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉമ്മായുടെയും ഉപ്പായുടെയും അരികിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട സ്വഹാബിയെ പറഞ്ഞു വിട്ടു എന്നാണ്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങൾക്ക് ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തം തരണേ അല്ലാഹ്.